ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ പ്രത്യേക പഠന പരമ്പരയാണ് അപ്പോസ്തലനായ പൗലോസിലൂടെ നൽകപ്പെട്ട റോമാലേഖനം. ഈ പുസ്തകത്തിൽ നിന്നുള്ള അവതരണത്തിൽ 58ാമത്തെ അവതരണത്തിലാണ് നാം ഇപ്പോൾ. റോമർക്കെഴുതിയ ലേഖനം. ദൈവത്തെ അന്വേഷിക്കുന്ന, ദൈവത്തെ അറിയാൻ ആഗ്രഹിക്കുന്ന ഏത് വ്യക്തിയും വളരെ വ്യക്തമായി ബോധ്യപ്പെടേണ്ട, പഠിച്ചിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട പുസ്തകം. 3-ാം അധ്യായത്തിലാണ് നാം ആയിരിക്കുന്നത്. ദീർഘമേറിയ പഠനത്തിലാണ് നാം. വളരെ പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റിയ ഒരു പുസ്തകമല്ല ഇത്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായിട്ട് തന്നെ ഒരു മുത്തുമാലയിലെ മുത്തുകൾ പോലെ അണിയിച്ചൊരുക്കി യഹൂദജനത്തോട് ചില ആരോപണങ്ങൾ ഉന്നയിച്ചു, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. ആ തെളിവുകളായിരുന്നു 7ഓളം പഴയ നിയമ ഉദ്ധരണികൾ. സഭാപ്രസംഗിയിൽ നിന്നും, സങ്കീർത്തനത്തിൽ നിന്നും, യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും. അവരുടെ തന്നെ ഗ്രന്ഥമെടുത്തുകൊണ്ട് അവരുടെ അവസ്ഥയ്ക്ക് തെളിവ് കൊടുത്തു. പിന്നെ താൻ പറഞ്ഞ വാക്കുകളിൽ ചിലർ പ്രതിഷേധിച്ചു. അവർ തെളിവുകൾ ആവശ്യപ്പെട്ടു. പൗലോസ് ആ തെളിവുകൾ കൊടുക്കുകയാണ് തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ. വ്യക്തമായിട്ട് തനിക്ക് അവരോട് പറയാനുള്ള കാര്യങ്ങൾ താൻ അവരോട് പറഞ്ഞു, തെളിയിച്ചു കൊടുത്തു. നിങ്ങളെല്ലാവരും പാപത്തിൻ്റെ കീഴിലാണ്. പാപത്തിൻ്റെ വിവിധ സ്വഭാവങ്ങളെക്കുറിച്ച് കാണിച്ചു. അവിടെ വാക്കിലും പ്രവൃത്തിയിലും പാപം വരുത്തുന്ന സ്വാധീനത്തെ കാണിച്ചു. അവരുടെ ജീവിതത്തിൽ ഇപ്രകാരം ദൈവത്തിന് വിരോധമായി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ഒക്കെ ഇടവന്നതിൻ്റെ കാരണം ദൈവഭക്തിയില്ലായ്മ, ദൈവത്തെ ചിന്തകളിൽ നിന്ന് മാറ്റിക്കളഞ്ഞത്. അപ്പോൾ പാപത്തിൻ്റെ ഒരു ശരീരഘടന ശാസ്ത്രം തന്നെ പൗലോസ് അവതരിപ്പിച്ചു. തൊണ്ടയ്ക്കെതിരെ പൗലോസ് കുറ്റം ചുമത്തി. അവിടെ നാവുകൾക്കെതിരെ ആരോപണം ഉന്നയിച്ചു. അവിടെ അധരങ്ങൾക്ക് ആക്ഷേപം നേരിടേണ്ടി വന്നു. ഇവിടെ ദോഷാരോപണം നേരിട്ടു. ഇവിടെ കാലുകൾ പഴി ചുമത്തപ്പെട്ടു. അവിടെ മനസ്സ് കുറ്റമാരോപിക്കപ്പെട്ടു. അവിടെ കണ്ണുകൾ ദൃഷ്ടിയും പ്രത്യേകമായി എടുത്തു പറഞ്ഞു. അപ്പോൾ അവിടെ തിരുവഴുകൾ തന്നെ വ്യക്തമായി കാണിച്ചു കൊടുത്തു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. അപ്പോൾ ഇത് സാർവലൗകികമായി മനുഷ്യൻ പാപത്തിൻ്റെ ബന്ധനത്തിലും കുറ്റത്തിലും കിടക്കുകയാണെന്ന് കാണിച്ചു കൊടുത്തു. 3 പ്രധാന കാര്യങ്ങൾ ഇവിടെ നാം തിരിച്ചറിയണം. ഒന്ന്, പാപത്തിൻ്റെ ആ ഒരു അഭക്തി നിറഞ്ഞ സ്വഭാവം. പാപം ദൈവത്തുള്ള ബന്ധത്തിൽ ഒരുവനെ തകർക്കും, ചിന്തകളിൽ ദൈവത്തിനെ മാറ്റും, ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ നിന്ന് മനുഷ്യൻ്റെ മനസ്സിനെ വ്യതിചലിപ്പിക്കും. ദൈവികമായ ചിന്തകളില്ലാതെ പോകുന്നതുകൊണ്ടാണ് പാപം സംഭവിക്കുന്നത്. വ്യക്തമായി കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചു. അതിലേക്ക് തിരിച്ചു പോകാൻ നമുക്ക് സമയം അനുവദിക്കില്ല. രണ്ടാമത്, ഈ വാക്യങ്ങളിലൂടെ റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിലൂടെ ഈ പഴയ തിരുവചനത്തെ അടിസ്ഥാനമാക്കി പൗലോസ് കാണിച്ചിരുന്നത് പാപത്തിൻ്റെ വ്യാപനമാണ്. പാപം അഭക്തി കൊണ്ടുവരും എന്നതുകൂടാതെ പാപത്തിൻ്റെ വ്യാപനം. കാരണം പാപം ഒരു മനുഷ്യൻ്റെ സകല ഘടനകളെയും, അവൻ്റെ കഴിവിനെ, അവൻ്റെ പ്രാപ്തിയെ, അവൻ്റെ പ്രവർത്തനത്തെ, സകലത്തെയും ബാധിക്കും. അവൻ്റെ മനസ്സിനെ, വികാരങ്ങളെ, ലൈംഗികതയെ, മനസ്സാക്ഷിയെ, ഇച്ഛാശക്തിയെ, സകലത്തെയും പാപം ബാധിക്കും. പാപത്തിലകപ്പെട്ട മനുഷ്യൻ്റെ ശരീരത്തിലെ പ്രവർത്തനങ്ങളെല്ലാം പാപത്തിൻ്റെ സ്വാധീനത്തിലാകും. അപ്പം ഈ 3-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 17 വരെ വളരെ മനഃപൂർവ്വമായി, വളരെ കൃത്യമായ ഉദ്ദേശത്തോടെ ശരീരത്തിലെ വിവിധ അവയവങ്ങളെ, ശരീരത്തിലെ വിവിധ ഭാഗങ്ങളെ പരാമർശിച്ചു. ഇവിടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണെന്ന് പറഞ്ഞു. മുഴുവനും ദൂഷണവും അഴിമതിയും ചതിയും നിറഞ്ഞത്. ഇവിടെ നാവുകൾ, വഞ്ചനയ്ക്ക് വേണ്ടി ഓടുന്ന നാവുകൾ, സത്യത്തിനു വേണ്ടി സമർപ്പിക്കപ്പെടുന്നതിന് പകരം, സത്യം പറയുന്നതിന് പകരം നാവുകളിൽ മുഴുവൻ കള്ളം. ഇവിടെ അധരങ്ങൾ കീഴെ സർപ്പത്തിൻ്റെ വിഷം കൊണ്ട് നടക്കുന്നു. അത് അവരുടെ നാവുകൾ, അവർ ഉച്ചരിക്കുന്ന വാക്കുകളിലൂടെ പലരും കൊല്ലപ്പെടുകയാണ് ആത്മീയമായി. അവിടെ വായാണെങ്കിൽ ശാപവും പരിഹാസവും നിറഞ്ഞത്. ഇവിടെ കാലുകൾ ഓടുന്നത് എന്തിനു വേണ്ടിയാണ്? രക്തം ചൊരിയുവാൻ ബന്ധപ്പെടുന്നു. നാശവും അരിഷ്ടതയും അവിടെ വഴികളിലുണ്ട്. ഇതാണ് അവിടെ ജീവിതശൈലി. നാശവും വഴികളും. വഴി തെറ്റി നടക്കുന്നു. സമാധാനമാർഗം അവർ അറിഞ്ഞിട്ടില്ല. അവിടെ കണ്ണുകൾ നോക്കുന്നത് തെറ്റായ ദിശയിലേക്ക്. ദൈവത്തോടുള്ള യാതൊരു ബഹുമാനവും ഭയവുമില്ല. അവിടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല. അപ്പോൾ അവരുടെ അവയവങ്ങളും ശരീരഭാഗങ്ങളും, എല്ലാ മനുഷ്യരുടെയും അവയവങ്ങളും ശരീരഭാഗങ്ങളും ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടത് അവയിലൂടെ മനുഷ്യനെ ശുശ്രൂഷിക്കുന്നതിനും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനുമാണ്. പക്ഷെ അതിന് പകരം ഇവിടെ എന്താ സംഭവിച്ചത്? ഈ ശരീരാവയവങ്ങളിലൂടെ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നു, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നു, മറ്റുള്ളവരെ അപമാനിക്കുന്നു, ദൈവത്തിനെതിരെ മത്സരിക്കുന്നു. അപ്പോൾ പാപത്തിൻ്റെ വ്യാപനം. 3-ാമതായി അവസാനമായി
ഈ പഴയ ഉദ്ധരണികളിലൂടെ പാപം സാർവലൗകികമാണ് എന്ന് കാണിച്ചു തരുന്നു. പാപം ലൗകികമാണ്, അതിൻ്റെ വിരുദ്ധമായ നിലയിലും അതിൻ്റെ നിശ്ചയപൂർവമായ അവസ്ഥയിലും, പോസിറ്റീവും നെഗറ്റീവും. പാപം സാർവലൗകികമാണ്. അപ്പോൾ അതിൻ്റെ വിരുദ്ധമായ നിലയിൽ നമ്മൾ നോക്കുമ്പോൾ അവിടെ വ്യക്തമായി പറഞ്ഞ നീതിമാൻ ഒരുത്തൻ പോലുമില്ല, ഒരാൾ പോലുമില്ല, ഒരുത്തൻ പോലുമില്ല, ആരുമില്ല. ആ വാക്കുകൾ ഊന്നൽ ശ്രദ്ധിക്കുക. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. ഇപ്പോൾ സാർവലൗകികമായ വിശകലനം നടക്കുകയാണ്. ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. മറുവശത്ത് ചിന്തിക്കുമ്പോൾ നിശ്ചയപൂർവ്വം സംസാരിക്കുന്നു. എല്ലാവരും ഒരുപോലെ വഴിതെറ്റി തരം താഴ്ന്ന് കൊള്ളരുതാത്തവരായി. ആവർത്തിച്ചുള്ള പ്രയോഗങ്ങൾ ദൈവാത്മാവ് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുക്കുകയാണ്. 2 തവണ പറഞ്ഞു എല്ലാവരും, 4 തവണ പറഞ്ഞു നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. 4 തവണ, 2 തവണ ആവർത്തിച്ച് ഒരുത്തൻ പോലുമില്ല. നീതിമാൻ എന്നാൽ ദൈവത്തിൻ്റെ നിയമമനുസരിച്ച് ദൈവം മുമ്പിൽ നിൽക്കാൻ കഴിവുള്ളവൻ. അപ്പോൾ ലോകത്തിലെ ഏത് നല്ല മനുഷ്യരെന്ന് ലോകം പറയുന്ന മനുഷ്യരാകട്ടെ, ഏറ്റവും വലിയ സെലിബ്രിറ്റി, ഏറ്റവും ആൾക്കാരെ ആരാധിക്കുന്ന കഥാപാത്രമാകട്ടെ, ഏറ്റവും ഉത്തമനെന്ന് മനുഷ്യർ പറയുന്നവരാകട്ടെ, ലോകത്തിലെ ഏറ്റവും പണ്ഡിതനും വിദ്യാസമ്പന്നനുമാകട്ടെ, ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യ സ്നേഹി എന്നറിയപ്പെടുന്ന നൊബേൽ സമ്മാനം കിട്ടിയ വ്യക്തിയാകട്ടെ, ഏറ്റവും വലിയ ചിന്തകനും ഏറ്റവും നല്ല മനസ്സിൻ്റെ ഉടമയുമെന്ന് ലോകം ആദരിച്ച വ്യക്തിയാകട്ടെ, ലോകത്തിലെ ഏറ്റവും വലിയ ജ്ഞാനിയാകട്ടെ, ഒരാൾ പോലും ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ, ഈ പരിശോധനയ്ക്ക് വിധേയപ്പെട്ട് വിജയിക്കാൻ കഴിവുള്ളവരില്ല. അവരുടെ അളവുകോലിൽ സ്വയം നീതീകരിക്കപ്പെടുമെങ്കിലും ദൈവത്തിന് മുമ്പിൽ ഒരാൾക്കും തലയുയർത്താൻ പറ്റാത്ത അവസ്ഥ. ഒരുത്തൻ പോലുമില്ല, ആരുമില്ല, എല്ലാവരും വഴിതെറ്റി കൊള്ളരുതാത്തവർ. നീതിമാൻ ആരുമില്ല. യഹൂദന്മാരുടെ കാഴ്ചപ്പാട് ഈ പഴയ ഉദ്ധരണികൾ അവർ കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും ഇത് പുറജാതികൾക്കെതിരെയാണ്, ദുഷ്ടരായ നിയമം അനുസരിക്കാത്ത പുറജാതികൾക്കെതിരെയുള്ള പ്രസ്താവനകളാണെന്നാണ് അവർ കരുതിയിരുന്നത്. പക്ഷേ പൗലോസ് അപ്പോസ്തലൻ അവരുടെ തന്നെ ന്യായപ്രമാണത്തിലൂടെയാണ് ഇത് കാണിച്ചു കൊടുത്തത്. അതുകൊണ്ടാണ് 19-ാം വാക്യത്തിൽ ഇങ്ങനെ കൂടെ എഴുതിയത്, ന്യായപ്രമാണം പറയുന്നതെല്ലാം ന്യായപ്രമാണത്തിന് കീഴുള്ളവരോട് പ്രസ്താവിക്കുന്നു നാം അറിയുന്നു. ഇത് നിങ്ങളെക്കുറിച്ച് തന്നെയാണ്. നിങ്ങളാണ് ന്യായപ്രമാണത്തിന് കീഴിലുള്ളവർ. എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത്? അങ്ങനെ ഏത് വായുമടഞ്ഞ് സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യമായി തീരേണ്ടതിന് തന്നെ. എല്ലാ വായുമടഞ്ഞു, എല്ലാ ന്യായീകരണങ്ങളും നിശബ്ദമായി, സർവ്വലോകവും ശിക്ഷാവിധിക്ക് യോഗ്യരായി കുറ്റക്കാരായി കിടക്കുകയാണ് ദൈവത്തിൻ്റെ ന്യായവിധി കാത്തുകൊണ്ട്. അപ്പോൾ ഈ കുറ്റം ചുമർത്തപ്പെട്ട അപരാധി എന്ന നിലയിൽ അവിടെ വായടയുകയാണ്, നിശബ്ദരാവുകയാണ്. അത്രമാത്രം തെളിവുകളാണ് അവർക്കെതിരെ ഉന്നയിക്കപ്പെട്ടത്. ഒരു തെളിവല്ല, അവ്യക്തമായൊരു തെളിവല്ല, ശക്തമായ തെളിവുകളുടെ ഭാരനിമിത്തം അവർക്ക് വാ തുറക്കാൻ പറ്റില്ല. അവർക്കിനി കാത്തിരിക്കുന്ന ഒരേ ഒരു കാര്യം, വിധി പ്രസ്താവന. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സകല തെളിവുകളും അവർക്കെതിരെ, ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിധി പ്രസ്താവന. 20-ാം വാക്യം കൂടി നമുക്ക് വായിക്കാം. ഇപ്പോൾ റോമലേഖനത്തിലെ 1-ാം അധ്യായത്തിലെ 18 മുതൽ 3-ാം അധ്യായത്തിലെ 20 വരെ ശിക്ഷാവിധി എന്ന ഭാഗമാണ്. അതിൽ അവസാനത്തെ വാക്യം റോമർ 3:20. അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനമത്രേ വരുന്നത്. അപ്പോൾ ഇവരുടെ വായടയുവാൻ വേണ്ടി ഒരു കാര്യം കൂടി പൗലോസ് പറയുകയാണ് യഹൂദന്മാരോട്. പൗലോസ് അവരോട് ഇതിനകം തന്നെ പറഞ്ഞു, ന്യായപ്രമാണം അവരെ കുറ്റം വിധിക്കുന്നു. നിങ്ങളുടെ കയ്യിൽ ഫലമേൽപ്പിക്കപ്പെട്ട ന്യായപ്രമാണം തന്നെയാണ് നിങ്ങൾക്കെതിരെ സാക്ഷ്യം പറയുന്നത്. അവർക്കത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ്. അവരുടെ കയ്യിൽ ദൈവം നൽകിത്തന്ന പ്രമാണം തന്നെ, ചട്ടം തന്നെ, കൽപ്പന തന്നെ അവർക്കെതിരെ സാക്ഷ്യം പറയുന്നു. അവർ വിചാരിച്ചു അവരുടെ രക്ഷയുടെ നിർണയം ദൈവം അവരുടെ കയ്യിൽ പ്രമാണം നൽകിയതുകൊണ്ടാണ്, ദൈവത്തിൻ്റെ കൽപ്പനകൾ ഞങ്ങൾക്ക് ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നത് അവർ രക്ഷിക്കപ്പെടുമെന്നതായ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്നു. പക്ഷേ പൗലോസ് വ്യക്തമായി അവിടെ പ്രതീക്ഷകളെ തകർത്തു, അതിനെ ഉന്മൂലനം ചെയ്തു. അപ്പം ശിക്ഷാവിധി എന്ന വിഷയത്തിൻ്റെ അവസാന വാക്യമായി 3:20 പറയുമ്പോൾ അടുത്ത ഭാഗത്തിലേക്കുള്ള പ്രവേശനം കൂടിയാണ്. അടുത്ത ഭാഗം നീതീകരണം എന്നുള്ളതാണ്. റോമലേഖനം പഠിക്കുമ്പോൾ വിഭാഗമായിട്ട് വിഭജിച്ച് പഠിക്കുമ്പോൾ 1-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 3-ാം അധ്യായത്തിൻ്റെ 20 വരെ കണ്ടംനേഷൻ, ശിക്ഷാവിധി. 3:21 മുതൽ 5:21 വരെ
നീതീകരണം, ജസ്റ്റിഫിക്കേഷൻ. അപ്പോൾ അടുത്ത ഭാഗത്തേക്കുള്ള ഒരു പാലം പോലെ 20-ാം വാക്യം പൗലോസ് ഉപയോഗിക്കുകയാണ്. 20-ാമത്തെ വാക്യത്തിൽ ഒരു വലിയ തത്വം പൗലോസ് സ്ഥാപിക്കുകയാണ്. റോമാലേഖനം പഠിക്കുവാൻ ആവശ്യമായിരിക്കുന്ന അടിസ്ഥാന തത്വം. ഒരിക്കൽ ഇവിടെ വായിക്കട്ടെ, റോമർ 3:20. അതുകൊണ്ട്, അതിൻ്റെ ആദ്യ ഭാഗം മാത്രം വായിക്കാം. അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും, അതായത് ഒരു വ്യക്തിയും ദൈവം മുമ്പിൽ നീതീകരിക്കപ്പെടുകയില്ല. പ്രമാണം അനുസരിച്ചതുകൊണ്ട് ദൈവം മുമ്പിൽ നീതീകരിക്കപ്പെടുകയില്ല. എന്തുകൊണ്ട്? അത് അടുത്ത ഭാഗത്തിൽ പറയും. ന്യായപ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. അതുകൊണ്ടാണ് ന്യായപ്രമാണം നൽകിത്തതിൻ്റെ ഉദ്ദേശം നീതീകരിക്കപ്പെടാനല്ല. ദൈവികമായ ന്യായപ്രമാണം പാപത്തിൻ്റെ പരിജ്ഞാനമാണ് നൽകിയത്. നാം പാപികളാണെന്ന് തുറന്ന് കാട്ടുകയാണ് പ്രമാണം ചെയ്തത്. ഈ വിഷയം പൗലോസ് കൂടുതൽ വിശദീകരിക്കുന്നത് 7-ാം അധ്യായത്തിലെത്തുമ്പോഴാണ്. എങ്കിലും നാം ഒരു കാര്യം ഇപ്പോൾ ഓർക്കണം. ന്യായപ്രമാണത്തിൻ്റെ ഉദ്ദേശം, അത് ഏത് പ്രമാണമായാലും ഏത് നിയമസംഹിതയായാലും, അതിൻ്റെ ഉദ്ദേശം തെറ്റ് ചൂണ്ടിക്കാട്ടുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, വാഹനം ഓടിക്കുമ്പോൾ നിയമമുണ്ട്, ട്രാഫിക് നിയമങ്ങൾ. ഓരോ സ്ഥലത്ത് ഇത്ര വേഗത്തിൽ പോകണം, ഏത് വശത്ത് ചേർന്ന് പോകണം, മറികടക്കുമ്പോൾ എന്ത് ചെയ്യണം. ഇത് നമ്മൾ ലംഘിച്ചാൽ പിഴയുണ്ടാകും. അപ്പോൾ ഈ നിയമമുള്ളത് കൊണ്ട് നാം ആ നിയമത്തെ മറികടക്കുമ്പോൾ, തെറ്റിക്കുമ്പോൾ അത് തെളിയിച്ചു തരും. നാം നിയമത്തെ ലംഘിച്ചു, നമ്മുടെ തെറ്റിനെ ചൂണ്ടിക്കാണിച്ചു തരും. നിയമത്തിൻ്റെ ഉദ്ദേശം തെറ്റ് ചൂണ്ടിക്കാട്ടുകയാണ്. യാക്കോബ് ഇതിനെ മറ്റു തരത്തിൽ അവതരിപ്പിക്കും. യാക്കോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ യാക്കോബ് ദൈവവചനത്തെ ഒരു കണ്ണാടിക്ക് സമമായി അവതരിപ്പിക്കും. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോടൊക്കുന്നു. ഇപ്പോൾ വചനം വായിക്കുന്ന, വചനം കേൾക്കുന്ന മനുഷ്യൻ കണ്ണാടി നോക്കുകയാണ്. ഒരു കണ്ണാടി നമ്മുടെ മുഖത്തുള്ള ആ കറുത്ത പാട്, മറ്റെന്തെങ്കിലും കുറവിനെ ചൂണ്ടിക്കാണിച്ചു തരും. കണ്ണാടിക്ക് ആ കുറവ് ചൂണ്ടിക്കാണിക്കാൻ മാത്രമേ പറ്റൂ. ആ കുറവിലേക്ക് പ്രകാശം വീശുവാനേ പറ്റൂ. ആ കുറവിനെ എടുത്തു കളയാൻ പറ്റില്ല കണ്ണാടിക്ക്. അത് വളരെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. നിർണായകമാണ്. ഈ തത്വം നമ്മുടെ ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കേണ്ടത്. അനേകം ആൾക്കാർക്ക് ന്യായപ്രമാണ വ്യവസ്ഥ ഇഷ്ടമാണ്. കാരണം ന്യായപ്രമാണത്തിലൂടെ ശരിയും തെറ്റും എന്താണെന്ന് അറിയാൻ കഴിയും. നമുക്ക് നിയമങ്ങൾ എന്തെന്ന് അറിയാൻ ആഗ്രഹമുള്ളവരാണ്. ഇവിടുത്തെ നിയമം എന്താണ്, ഈ സ്ഥലത്തെ നിയമം എന്താണ്, ആ ദേശത്തെ നിയമം എന്താണ്, അതങ്ങനെ അറിയാൻ ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ അതിലൊരു അപകടമുണ്ട്. കാരണം ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നിയമം സൂക്ഷിക്കുകയാണ് ദൈവവുമായുള്ള മതസംവിധാനം എന്ന് തെറ്റിദ്ധരിക്കരുത്. ദൈവവുമായുള്ള ബന്ധം കുറേ നിയമങ്ങളിൽ അടിസ്ഥാനപ്പെട്ടതാണെന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ദൈവത്തിലെ നിയമങ്ങൾ പാലിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. നമ്മുടെ കഴിവിൻ്റെ പരമാവധി ദൈവത്തിൻ്റെ നിയമപ്രകാരം ജീവിതം ക്രമീകരിക്കുക എന്നുള്ളത് വളരെ ആവശ്യമാണ്. യോഹന്നാൻ തൻ്റെ ലേഖനം എഴുതുമ്പോൾ, യോഹന്നാൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങളൊന്ന് കേൾക്കാം. യോഹന്നാൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 3-4 വാക്യങ്ങൾ. അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നുവെന്ന് അതിനാൽ അറിയുന്നു. അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. അപ്പോൾ ദൈവത്തെ അറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പ്രമാണം അറിയുക എന്ന് മാത്രം കൊണ്ട് നിൽക്കുന്നില്ല. ആ പ്രമാണത്തെ അനുസരിക്കുന്നവൻ ദൈവത്തെ അറിയുന്നവനാണ്. ദൈവം വെച്ചിരിക്കുന്ന നിയമവ്യവസ്ഥ വഴി നാം അറിയണം. അതേ സമയത്ത് നാം ചിന്തിക്കരുത് നാം നല്ലവരാണ്, നാം നല്ല രീതിയിൽ പൂർണ്ണമായി അനുസരിച്ചു എന്ന് ചിന്തിക്കരുത്. അതുകൊണ്ട് എനിക്ക് രക്ഷയ്ക്ക് യോഗ്യതയുണ്ട് എന്നുള്ള ധാരണ അരുത്. ഞാൻ പ്രമാണം കൃത്യമായി ചെയ്തു, നല്ല രീതിയിൽ ചെയ്തു, നല്ലപോലെ അനുസരിച്ച്, അതുകൊണ്ട് എനിക്ക് രക്ഷ അർഹതപ്പെട്ടിരിക്കുന്നു എന്നതാണ് തെറ്റാണ്. നാം എത്ര ശ്രമിച്ചാലും, എത്രമാത്രം കഠിനാധ്വാനം ചെയ്താലും ദൈവത്തിൻ്റെ നിയമം, പ്രമാണം തികവോടെ, പൂർണ്ണതയോടെ, കുറ്റമറ്റ നിലയിൽ നമുക്ക് അനുസരിക്കാൻ കഴിയില്ല. ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കാത്ത മനുഷ്യനില്ല. ചിലപ്പോൾ ആരും കാണുന്നില്ലായിരിക്കാം, ക്യാമറ കണ്ണിൽ പെടുന്നില്ലായിരിക്കാം. നമ്മുടെ ഉള്ളിൽ പലപ്പോഴും നാം ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചാൽ ഒരു ദിവസം തന്നെ നാം ലംഘിക്കും, പലതവണ ലംഘിക്കും.
നാം കണ്ണാടിയിൽ ഒരു പ്രാവശ്യം നോക്കിയാലും വീണ്ടും വീണ്ടും നോക്കിയാൽ പല കുറവുകൾ വീണ്ടും വീണ്ടും കാണാം. ഇപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ നാം സമർപ്പിക്കപ്പെടുമ്പോൾ നാം എപ്പോഴും കുറവുള്ളവരായിട്ട് കാണപ്പെടും. നമ്മുടെ കുറവുകൾ വീണ്ടും വീണ്ടും എടുത്തു കാണും. ചിലരുടെ കുറവുകൾ ചെറുതായിരിക്കാം, മറ്റുള്ള കുറവുകൾ വലുതായിരിക്കാം. പക്ഷെ എല്ലാവരും കുറവുള്ളവരാണ്. നീതിമാൻ ഒരുത്തൻ പോലുമില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനില്ല. പല തരത്തിലായിരിക്കാം മനുഷ്യൻ. പക്ഷെ എല്ലാവരെയും സംബന്ധിച്ച് പൊതുവായിട്ട് എല്ലാവരും പാപികളാണ്. നാം എല്ലാം നിയമലംഘകരാണ്. ഒരു പഴയ കവിത ഇങ്ങനെ പറഞ്ഞതുപോലെ, എൻ്റെ കൈകൾ കൊണ്ട് ഒരിക്കലും നിയമത്തിൻ്റെ ആവശ്യകത പൂർത്തീകരിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ എൻ്റെ പ്രവർത്തനം കൊണ്ട്, ഇങ്ങനെ ആയിരിക്കുന്നത് കൊണ്ട്, ഇതാണ് സംഗതി എന്നുള്ളതുകൊണ്ട് നമ്മുടെ രക്ഷ എന്നുള്ളത് മറ്റെന്തിലും അടിസ്ഥാനപ്പെടുകയാണ്. തികവുള്ള കുറ്റമറ്റ അനുസരണം ന്യായപ്രമാണത്തിന് നിയമത്തിന് നൽകാൻ കഴിയാത്തത് കൊണ്ട്, അതിലൂടെ രക്ഷ ലഭിക്കാത്തത് കൊണ്ട്, റോമലേഖനം 3:20 പറഞ്ഞതുപോലെ ന്യായപ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനമത്രേ വരുന്നത്, രക്ഷ വരുന്നില്ല. അപ്പോൾ പിന്നെ രക്ഷ എവിടെ നിന്ന് വരുന്നു? അത് വലിയൊരു ചോദ്യം ഉയർത്തുകയാണ്. നാം നിയമം പാലിക്കുന്നുണ്ട്, രക്ഷിക്കപ്പെടുന്നില്ല. അപ്പോൾ നാം എങ്ങനെ രക്ഷിക്കപ്പെടും? എന്താണ് പിന്നെ നമ്മുടെ പ്രതീക്ഷ? പൗലോസ് നമ്മുടെ മനസ്സൊരുക്കുകയാണ്. അടുത്ത അധ്യായം ആരംഭിക്കുന്നു, അടുത്ത വിഷയം നീതീകരണം. അത് ആരംഭിക്കുന്നതിനുള്ള പാലയിടുകയാണ്, ചിന്ത തുടങ്ങുകയാണ്. ഈ ചോദ്യം കൊണ്ട് എങ്ങനെ രക്ഷിക്കപ്പെടും? പ്രമാണം പൂർണ്ണമായി അനുസരിക്കാൻ ആർക്കും കഴിയില്ല, സംബന്ധിച്ച് ശരിയാണ്. അപ്പോൾ പിന്നെ എങ്ങനെ രക്ഷിക്കപ്പെടും? അപ്പോൾ ഈ പറഞ്ഞ വിഷയങ്ങളുടെ ഉപസംഹാരമായി നമ്മൾ ചിന്തിക്കുമ്പോൾ നീതീകരണ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ്, അതായത് 3-21 പ്രവേശിക്കുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട ചിന്തകൾ എന്താണ് നമ്മൾ കടന്നുപോയത്? വിസ്താരം അവസാനിച്ചു. ന്യായാധിപൻ അവിടെ പ്രതിക്കൂട്ടി നിൽക്കുന്ന അപരാധിക്കെതിരെയുള്ള സകല തെളിവുകളും പരിശോധിച്ചു വളരെ ഉദാത്തമായ നിലയിൽ തൻ്റെ വിധി പ്രസ്താവിക്കുകയാണ്. ആരോപണം ഉന്നയിച്ചതെല്ലാം തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ആരോപണങ്ങൾ തെളിയിക്കപ്പെട്ടിരിക്കുന്നു. നീ പാപത്തിൻ്റെ കീഴിലാണ്. എല്ലാവരും, ലോകത്തിലെ സകല മനുഷ്യരും പാപത്തിൻ്റെ കീഴിലാണ്. 3:9 പറഞ്ഞതുപോലെ എല്ലാ മനുഷ്യരും, യഹൂദന്മാരും പുറജാതികളും എല്ലാവരും പാപം നിമിത്തം നഷ്ടപ്പെട്ട് കിടക്കുകയാണ്. ഇപ്പോൾ പൗലോസിൻ്റെ വാദഗതിയുടെ ഉത്തുംഗമായ അതിൻ്റെ കൊടുമുടിയിലെത്തി നിൽക്കുകയാണ്. യഹൂദന്മാരുടെ ആത്മപ്രശംസയൊക്കെ തകർന്നു. സ്വയം രക്ഷപ്പെടാനുള്ള മനുഷ്യൻ്റെ സകല നിയമവ്യവസ്ഥകളും പൊട്ടക്കിണറുകളാണ് കുഴിച്ചതെന്ന് തെളിയിക്കപ്പെട്ടു. ന്യായപ്രമാണത്താൽ പാപബോധമാണ് വരുന്നത്, രക്ഷയല്ല. ന്യായപ്രമാണം കൊണ്ടുവരുന്നത് പാപത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമാണ്, പാപമോചനമല്ല. ന്യായപ്രമാണം അഥവാ നിയമം മനുഷ്യരെ കൂടുതൽ നല്ലവനാക്കുന്നില്ല, കൂടുതൽ കുറവുള്ളവനായി കാണിച്ചു തരികയാണ്. ഓരോ പ്രമാണവും മനുഷ്യരുടെ കുറവുകളെ കാണിച്ചു തരികയാണ്. കാരണം അത് പാപത്തെ കാണിച്ചു തരുന്നു. അങ്ങനെ നാം എളിമപ്പെടുന്നു, ഭയപ്പെടേണ്ട അവസ്ഥയിലെത്തി, മുറിവേറ്റ തകർന്നടിഞ്ഞ അവസ്ഥയിൽ കിടക്കുകയാണ്. അവിടെ കിടന്നുകൊണ്ട് നാം മറ്റൊരിടത്തേക്ക് കൈനീട്ടേണ്ടി വരുന്നു, അതായത് കൃപയിലേക്ക്. ആ ഒരു തിരിച്ചറിവ് തരികയാണ്. അപ്പോൾ ഈ ഒരു ദൈവീകമായ ഈ രോഗനിർണയം, നമ്മുടെ അവസ്ഥകളെക്കുറിച്ചുള്ള ദൈവീകമായ രോഗനിർണയം, പരിശോധനാ ഫലം നാം സത്യമായിട്ട് അംഗീകരിക്കണം. സകല മനുഷ്യരെക്കുറിച്ചുള്ള ഈ രോഗനിർണയം വാസ്തവമാണ്. അതുകൊണ്ട് നാം ദൈവത്തിൻ്റെ ന്യായവിധി വിട്ടോടില്ല. ഇതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ നമുക്ക് സ്വയമായിട്ട് ഒരു ന്യായീകരണത്തിന് അവകാശമില്ല. ഇതിന് മുമ്പിൽ നാം നിശബ്ദരാണ്, നമ്മുടെ വാ അടഞ്ഞു, കുറ്റക്കാരാണ്. അതുകൊണ്ട് മറ്റൊരിടത്തേക്ക് നാം നോക്കേണ്ടിയിരിക്കുന്നു. പ്രമാണം കൃത്യമായി പാലിച്ച് നേടാമെന്ന് നമ്മൾ വിചാരിച്ചു. മല നന്നായിട്ട് കയറി, നല്ല വേഷം ധരിച്ച്, നല്ലപോലെ ഉപവസിച്ച്, നല്ലപോലെ കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിച്ച് നിലവിളിച്ച്, ഈ ക്രമങ്ങൾ കൊണ്ടും ആചാരം കൊണ്ടും അനുഷ്ഠാനം കൊണ്ടും നേടാമെന്ന് വിചാരിച്ച് ദൈവത്തില്ല. നിൻ്റെ ഒരു നിയമവ്യവസ്ഥകളും നിൻ്റെ ഒരു പ്രമാണം കൊണ്ടും നീ രക്ഷ എന്ന അനുഭവത്തിലേക്ക് എത്തില്ല. അത് ദൈവം ഇടപെടണം. അതാണ് ഈ 3:21 തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ നാളെ നമ്മൾ ഈ വിഷയത്തിലേക്ക് അവതരിപ്പിക്കുന്നതിന് മുമ്പ് ഈ ഉപസംഹാരത്തിലെ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് നാളെ ഈ പുതിയ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. അതായത് 3:21 മുതൽ നീതീകരണം. അതിനു മുമ്പ് ന്യായപ്രമാണത്തിൽ എന്ത് സാധിക്കില്ല, ന്യായപ്രമാണം എന്ത് ചെയ്തു തരുന്നു എന്നുള്ളത് വ്യക്തമായി കാണേണ്ടിയിരിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവവചനം
മനുഷ്യനെ സ്വാധീനിക്കും. നമ്മൾ കേട്ടു പാപം, അതിൻ്റെ വ്യാപനം സാർവലൗകികമായി. അതേതൊക്കെ തരത്തിൽ പാപം ഒരാളെ ദൈവത്തിലുള്ള ബന്ധത്തിൽ തകർക്കും. അതേസമയം ദൈവവചനം അത് സ്നേഹിച്ചാൽ, വചനത്തെ പ്രമാണിച്ചാൽ, കൽപ്പന പ്രമാണിക്കാൻ ദൈവത്തെ അറിയുന്നവനാകും. ദൈവം അവനെ അറിയും. അത് വളരെ അനുഗ്രഹമാണ്. എല്ലാ വിധത്തിലും നമ്മൾ സ്വാധീനിക്കപ്പെടും. ദൈവത്തിന് ഇരുവായ്ത്തലുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. എല്ലാ അവയവങ്ങളെയും വിവേചിക്കും. സന്ധികളെയും മജ്ജകളെയും എല്ലാത്തിനെയും സ്വാധീനിക്കും. നമ്മുടെ മൊത്തം മനോഭാവത്തെ സ്വാധീനിക്കും. വികാരങ്ങളെ, ചിന്താഗതികളെ, താല്പര്യങ്ങളെ, ചായ്വുകളെ, സകലത്തെയും സ്വാധീനിക്കും. അതെല്ലാം ദൈവഭക്തിയിലേക്ക് നയിക്കാൻ ബലപ്പെടുത്തും. അതിന് കഴിയട്ടെ വചനപഠനം. അല്ലെങ്കിൽ ഈ വചനപഠനം നമുക്ക് ബുദ്ധിമുട്ടാകും അവസാനം. കാരണം ദൈവം കണക്ക് ചോദിക്കും. കണ്ണാടിയിൽ നീ നോക്കി, നിൻ്റെ മുഖത്തെ കറുത്ത അഴുക്ക് നീ കണ്ടു. അത് തുടച്ച് കളയാമായിരുന്നു, അത് കഴുകിക്കളയാമായിരുന്നു. വീണ്ടും വീണ്ടും നോക്കുമ്പോൾ നിനക്ക് കൂടുതൽ കുറവുകൾ കാണാൻ കഴിയുന്നു. പക്ഷെ നീ ഒന്നും ചെയ്യുന്നില്ല. ഈ അഴുക്കളെല്ലാം കൂടെ അവിടെ ഇരുന്ന് നിൻ്റെ മുഖം വികൃതമായി. നീ തന്നെ വരുത്തിയതാണ്. ഞാൻ കാണിച്ചു തരാഞ്ഞിട്ടല്ല ദൈവം പറയുന്നു. പക്ഷെ നീ ഒന്നും ചെയ്തില്ല. തൻ്റെ സ്വാഭാവികവും മുഖം കണ്ണാടിയിൽ നോക്കി, പക്ഷെ തിരക്കിൽ ഇറങ്ങിപ്പോയി. ആ അഴുക്ക് അവിടെ ഇരിക്കുകയാണ്. ഈ അഴുക്കം വെച്ചുകൊണ്ടാണ് താൻ പല കാര്യങ്ങളും ഇടപെടുന്നത്. അവനെക്കൊണ്ട് ദൈവത്തിന് പ്രയോജനമില്ല. ചിന്തിക്കുക, ധ്യാനിക്കുക. വചനത്തിന് ഹൃദയത്തിൽ ഇടമുണ്ടാകട്ടെ. ഇത് നിങ്ങളെ സഹായിക്കും.